നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ആന്ധ്രാപ്രദേശിലേക്കുള്ള രേവന്ത് റെഡ്ഡിയുടെ നീക്കങ്ങൾ ഫലം കാണുകയാണ്. YSR കോൺഗ്രസിലുള്ള 6 MLA മാർ പാർട്ടി അംഗത്വം രാജിവെച്ച് കോൺഗ്രസിൽ ചേരാൻ തീരുമാനിക്കുന്നതായി റിപ്പോർട്ടുണ്ട്. മാത്രമല്ല, നിലവിൽ YSR കോൺഗ്രസിൽ 2 MP മാർ, അവിനാഷ് റെഡ്ഡി ഒഴികെ ഉള്ള 2 MP മാർ ശക്തമായി കോൺഗ്രസ് നേതൃത്വവുമായി കൂടിയാലോചിക്കുകയാണ്. നമുക്കറിയാം, ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും YSR കോൺഗ്രസിനുണ്ടായ നഷ്ടം അതിഭീമമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കഷ്ടിച്ച് 4 സീറ്റുകളിൽ അവർ രക്ഷപ്പെട്ടു. 25 സീറ്റുകളുള്ള ആന്ധ്രയിൽ 16 TDP നേടിയപ്പോൾ 4 മാത്രമാണ് YSR കോൺഗ്രസിന് നേടാൻ കഴിഞ്ഞത്. വാസ്തവത്തിൽ നിയമസഭാ കണക്കുകൾ എടുക്കുമ്പോൾ ഇതിലും മോശമായ പ്രകടനമാണ് YSR കോൺഗ്രസ്. വളരെ വൈകാതെ തന്നെ ജഗൻമോഹൻ പോലും അറിയാതെ പാർട്ടി കോൺഗ്രസിലേക്ക് ചേക്കേറും എന്ന് ശർമിള പറയുന്നത് വെറുതെയല്ല. ജഗന്റെ സഹോദരിയായ ശർമിളയ്ക്ക് കൃത്യമായ കണക്കൂട്ടലുകൾ ഉണ്ട്. ഇവിടെ പറഞ്ഞു വരുന്നത്, ദക്ഷിണേന്ത്യയിൽ പരിപൂർണമായി BJP മുക്തമാക്കാൻ, BJPയുടെ സഖ്യകക്ഷി എന്ന രീതിയിൽ TDPക്ക് പ്രഹരം കൊടുക്കാൻ പരമാവധി ആലോചിക്കുകയാണ് നായിഡുവിൻ്റെ പഴയ ശിഷ്യൻ. ചന്ദ്രബാബു നായിഡു BJPയുമായി സഖ്യം തുടരുകയാണെങ്കിൽ നായിഡുവിന് തന്നെയായിരിക്കും അതിൻ്റെ തിക്തഫലം അനുഭവിക്കേണ്ടി വരുന്നത് എന്ന് രേവന്ത് റെഡ്ഡി പച്ചയ്ക്ക് വിളിച്ച് പറഞ്ഞിരിക്കുകയാണ്. രേവന്ത് റെഡ്ഡിയെ സംബന്ധിച്ചിടത്തോളം 2 ഗുണങ്ങളാണ് അദ്ദേഹത്തിനുള്ളത്. ഒന്ന്, അദ്ദേഹത്തിൻ്റെ നേതൃപാടവം കണ്ടുപഠിക്കേണ്ടതാണ്. കർണാടകയിൽ DK ശിവകുമാർ ഇംപ്ലിമെൻറ്റ് ചെയ്ത പോലെ ഒരു സംഗതിയാണ് തെലങ്കാന മണ്ണിൽ രേവന്ത് റെഡ്ഡി നടപ്പിലാക്കിയത്. വാസ്തവത്തിൽ ആന്ധ്രയുടെ വിഭജനത്തിന് ശേഷം കോൺഗ്രസ് തിരിച്ചു വരും എന്ന് പോലും സംശയിക്കുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. കാരണം ആന്ധ്രയുടെ വിഭജനത്തിന് ശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തെലങ്കാനയിൽ തെലങ്കാന രാഷ്ട്ര സമിതി, ഇപ്പോഴത്തെ BRSഉം ആന്ധ്രയിൽ TDPയുമാണ് അധികാരത്തിലേക്ക് വന്നത്. കോൺഗ്രസ് തിരിച്ചു വരുമോ എന്നുള്ള സംശയം ഉദിച്ചു നിൽക്കുകയാണ്. കഴിഞ്ഞ തവണ മികവാർന്ന മുന്നേറ്റം നടത്തി കോൺഗ്രസ് അധികാരത്തിലേക്ക് എത്തിയത്. വാസ്തവത്തിൽ തെലങ്കാനയിൽ BJP 2ാം സ്ഥാനത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ പോലും, അത് ലോക്സഭാ കണക്കിലാണ്, ക്രിയാത്മകമായി 2ാം സ്ഥാനത്തേക്ക് എത്താൻ വെമ്പുകയാണെങ്കിൽ പോലും അത് വളരെ ഫാർ ഡിസ്റ്റൻ്റ് ആയിട്ടായിരിക്കും. അതായത് കോൺഗ്രസ് നേതൃത്വം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 117 സീറ്റുകളുള്ള തെലങ്കാനയിൽ വലിയ മുന്നേറ്റം നടത്തുമ്പോൾ തീർച്ചയായും BJPക്ക് അവിടെ 2ാം സ്ഥാനം കിട്ടാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. കാരണം റാവുവിൻ്റെ പാർട്ടി നേതാക്കൾ BJPയിലേക്കും കോൺഗ്രസിലേക്കും മറ്റ് പാർട്ടികളിലേക്കുമൊക്കെ അഭയം പ്രാപിച്ചിരിക്കുന്നത്. എന്തിനധികം പറയുന്നു, അസദുദ്ദീൻ ഒവൈസിയുടെ AIMIMലേക്ക് പോലും അഭയം പ്രാപിച്ചവർ നിരവധിയാണ്. പറഞ്ഞു വരുന്നത്, ദക്ഷിണേന്ത്യയിൽ ബൈഫർക്കേഷൻ കഴിഞ്ഞതിന് ശേഷം കോൺഗ്രസ്സിന് തിരിച്ച് പച്ചപിടിച്ച് വരാൻ സാഹചര്യം ഒരുങ്ങുകയാണ്. ഡീലിമിറ്റേഷൻ നടപടിക്രമങ്ങളിൽ സ്റ്റാലിൻ എടുത്തിരിക്കുന്ന നിലപാടും സ്റ്റാലിന് ദോഷമായി മാറുകയുള്ളൂ. ഉള്ള മതേതര കക്ഷികൾ അല്ലെങ്കിൽ മതേതര പിന്തുണക്കാർ പരിപൂർണമായി DMK വിടും. ദക്ഷിണേന്ത്യയിൽ കോൺഗ്രസ്സിന് കുറച്ചുകൂടി സ്പേസ് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകും.